എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫോണിൽ ഒരുപാട് നേരം സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ മിനിമം 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുന്നവർ ഒരു നിമിഷം ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾ നമ്മുടെ പല റിലേഷൻസും ബ്രേക്കപ്പ് ആവുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനായിരിക്കും ഫോൺ വിളിക്കുന്നത്. ആ വിളിക്കുന്ന വ്യക്തിയെ നമ്മൾ ആ വിളിച്ച് കാര്യം പറഞ്ഞതിന് ശേഷം ആര് ആദ്യം ഫോൺ കിട്ടിയും ഇതിൽ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ ആ മറ്റൊരാളെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അവരോട് നമ്മൾ എന്നാ ശരി ഞാൻ വെക്കട്ടെ എന്ന് പറയാൻ നമുക്കൊരു മടിയും, ആ എടുത്ത വ്യക്തിക്ക് എന്നാ ശരി വെക്കട്ടെ എന്ന് പറയാൻ ഒരു മടിയും സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഫോൺ സംഭാഷണം നീണ്ടു നീണ്ടു പോകും. അപ്പോൾ നമുക്ക് ആദ്യം സംസാരിക്കാൻ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് സംസാരിക്കണമെന്ന് രണ്ടുപേർക്കും ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിക്ക് തീർന്നു. അപ്പൊ നമ്മൾ അടുത്ത മറ്റു പല ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അത് പല വ്യക്തികളെ കുറിച്ചാവാം, നമ്മളുടെ സ്വന്തക്കാരെ കുറിച്ചാവാം, ബന്ധുക്കാരെ കുറിച്ചാവാം, അങ്ങനെ പല ഗോസിപ്പുകൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത് കൊണ്ടുണ്ടാവുന്ന ദോഷം എന്താന്ന് വെച്ചാൽ നമ്മൾ ആരാണോ ഇങ്ങനെ ഒരു മറ്റൊരു ടോപ്പിക്ക് കാട് കയറി വർത്താനം പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്, ഇത് ചില സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ട് വരും. എപ്പോഴെങ്കിലും നമ്മൾ ഈ വിശ്വസ്തയോടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ സംഭാഷണം വലിച്ചു നീട്ടുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ചില സമയത്ത് ഈ പറഞ്ഞ വ്യക്തി നമ്മളോട്ടൊരു വഴക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവരുടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഫോണിൽ ഒക്കെ നമുക്ക് ദോഷമായിട്ട് വരും. പിന്നെ നമുക്കത് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കെതിരെ അത് പാരയായിട്ട് വരും. അപ്പം എപ്പോഴും ഓർക്കുക, ഇപ്പൊ പല എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ ഫോണിലും ഉണ്ടതാണ് റെക്കോർഡിങ്സ്. പലരും അത് ഓണാക്കി ഇടാറുമുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്ലാ ബ്ലാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള ലൂസ് ടോക്കുകൾ നമുക്ക് തന്നെ പ്രശ്നമായിട്ട് മാറും. കഴിവതും നമ്മളൊരു ഫോണിൽ ഒരു കാര്യം പറയാനാണ് ഒരാളെ വിളിക്കുന്നതെങ്കിൽ ആ കാര്യം പറയുക. പെട്ടെന്ന് തന്നെ അവരോട് പറയുക, എനിക്കോ എന്നെ മറ്റെന്തൊരു ആവശ്യത്തിന് വിളിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പോട്ടെ, പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വിളിക്കാട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ വരാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപരമായിട്ട് സ്നേഹത്തോടെ മറ്റെന്തോ ആവശ്യത്തിന് നമ്മളെ ഒരാൾ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഫോൺ സംഭാഷണം കട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഇച്ചിരി വിഷമം തോന്നുന്നേ ഉള്ളൂ, പക്ഷേ നമുക്കത് ലൈഫ് ലോങ് സമാധാനമായിരിക്കും. അത് ഒരു കാര്യം. പിന്നെ ഇപ്പോഴത്തെ ടീനേജേഴ്സിലൊക്കെ ഉള്ളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് നടക്കുന്ന സമയമാണ്. ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, എല്ലാ പ്രണയബന്ധങ്ങളും തകരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ഫോൺ സംഭാഷണം തന്നെയാണ്. എത്ര സ്നേഹിച്ചിരുന്നാലും നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ തുടങ്ങുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ ആയിരിക്കും ഒരു കോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പിന്നെ സംസാരിച്ച് സംസാരിച്ച് ടോപ്പിക് ഇല്ലാണ്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? ചെറിയ ചെറിയ കുറ്റങ്ങൾ തോണ്ടി പറഞ്ഞ് 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 വലിയ അടിയായി. പിന്നെ നമുക്ക് ടോപ്പിക്കിന് ക്ഷാമം വരുമ്പോൾ നമ്മൾ പലതും കാട് കയറി സംസാരിച്ച് ആ റിലേഷൻ കട്ടാവുന്ന രീതിയിലേക്ക് ആ ഫോൺ സംഭാഷണം പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നീണ്ട ഒരു ലൈഫ് ലോങ് റിലേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തന്ത്രപൂർവ്വം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുക. എങ്കിൽ ആ റിലേഷൻ വലിയ കേടുപാടൊന്നും ഇല്ലാതെ പോകും. അതുപോലെ തന്നെയാണ്, ഇനി വേണമെങ്കിൽ ഇതിന്റെ നെഗറ്റീവ്സിനെ കുറിച്ച് ഞാൻ നമുക്ക് റിയൽ സ്റ്റോറി കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഭയങ്കര പിണക്കത്തിലായിരുന്നു. വർഷങ്ങളോളം ഒരു പിണക്കത്തിൽ അകന്ന് താമസിക്കുകയായിരുന്നു. അപ്പൊ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് പറ്റി. അദ്ദേഹം ദൂര സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം കൂടെ ഈ വൈഫിനെ വിളിച്ചിരുന്നപ്പോൾ വൈഫ് പറഞ്ഞു കുഴപ്പമില്ല, കാരണം അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നിക്കാനുള്ള ഒരു അവസരം കൂടി ദൈവം കൊടുത്തതായിരിക്കും. അപ്പൊ വീണ്ടും ഈ വൈഫും ഹസ്ബൻഡും ഒന്നിച്ചു. അപ്പൊ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിലൊക്കെ ആയ സമയത്ത് അവരാണ് കൂടെ നിന്ന് ഹസ്ബൻഡിനെ പരിചരിച്ചു. വളരെ സ്നേഹത്തോടെ രണ്ടുപേരും കഴിയുകയായിരുന്നു. അപ്പൊ വീണ്ടും അവരെ ഒന്നിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും ഫാമിലിയൊക്കെ സന്തോഷിച്ചു. അപ്പോ അയാൾ നേരത്തെ നിന്ന സ്ഥലത്തെ അയാളുടെ കൂട്ടുകാരൻ അയാളെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി ഒരു ദിവസം ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്, സന്തോഷമായിരിക്കുന്നു, എങ്ങനെയാ, ഹെൽത്ത് ഒക്കെ ഓക്കെ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച കൂട്ടത്തില് പെട്ടെന്ന് ആ കൂട്ടുകാരന്റെ വൈഫിന് ഇദ്ദേഹത്തിന്റെ വൈഫിനോട് സംസാരിക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ പറഞ്ഞു, എന്തിയേ, നിങ്ങളുടെ ഭാര്യ എന്തിയെ, കൊടുക്കൂ, വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു വൈഫിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അപ്പൊ കൂട്ടുകാരന്റെ ഭാര്യയും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ സംസാരം തുടങ്ങി. ആദ്യം ചെറിയ ചെറിയ സംസാരം കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് പോയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഫോൺ സംഭാഷണം തീരുന്നില്ല. അപ്പൊ അദ്ദേഹം പോയി നോക്കിയപ്പം ഒരു പെട്ടെന്ന് ഫോണൊക്കെ കട്ട് ചെയ്ത് ഓടി വന്ന്
ഭയങ്കര ദേഷ്യത്തോടെ കയറി വന്നിട്ട് നിങ്ങൾ അവിടെ എന്തായിരുന്നു, നിങ്ങൾ ആർക്കാണ് നിങ്ങളുടെ ജോലി ചെയ്ത പൈസയൊക്കെ കൊടുത്തത്, നിങ്ങൾ അവിടെ എങ്ങനെയാണ് ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയായി. ആ മനുഷ്യൻ പിറ്റേന്ന് രാവിലെ തന്നെ കെട്ടും പാട്ടമൊക്കെ എടുത്ത് തിരിച്ച് അയാളുടെ കൂട്ടുകാരന്റെ അടുത്തേക്ക് ആ നാട്ടിലേക്ക് പോയി. കാരണം ആ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണം കാരണം 2 മണിക്കൂർ സംസാരിച്ചതോടെ വീണ്ടും ഈ മനുഷ്യൻ വീണ്ടും ഈ വൈഫിനോട് പിണക്കിട്ട് നാട് വിട്ടു പോകേണ്ടി വന്നു. കാരണം വെച്ചാൽ ഇത് റിയൽ സ്റ്റോറിയാണ് കേട്ടോ. ഇത് എനിക്കറിയാവുന്ന റിയൽ സ്റ്റോറിയാണ്. അപ്പൊ ഇത് പോകേണ്ടി വന്നു എന്ന് വെച്ചാൽ രണ്ട് സ്ത്രീകളുടെ ഒരു ടോക്ക് ഇപ്പോഴും അവർ ഒന്നിച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ മനുഷ്യൻ വളരെ സമാധാനത്തോടെ അവരെ ദൈവം കൂട്ടിയിണക്കിയതിനെ രണ്ട് സ്ത്രീകളുടെ സംസാരം കാരണം അവരെ രണ്ട് വഴിക്കാക്കി. അതുപോലെ ഫോൺ സംഭാഷണങ്ങൾ എപ്പോഴും മിതത്വം പാലിക്കുക. നമ്മൾ വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് നല്ല പാരയായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇനി 5 മിനിറ്റ് കൂടുതൽ ഫോൺ സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ടോക്ക് ഓർമ്മിക്കുക. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.